കൂടി ഇന്നലെ അട്ടമലയിൽ കുടുങ്ങിക്കിടന്ന 19 പേരുടെ വിവരം റിപ്പോർട്ടർ പുറത്തെത്തിച്ചിരുന്നു. ആ 19 പേരെയും ഇപ്പോൾ രക്ഷപ്പെടുത്തി എന്നൊരു ആശ്വാസ വാർത്ത കൂടി എത്തുന്നുണ്ട്. ഈ ദുരന്ത വാർത്തകൾക്കിടയിലും നമുക്കുള്ളത് ഇത്തരം ആശ്വാസ വാർത്തകൾ കൂടിയാണ്. 19 പേർ ഇന്നലെ കുടുങ്ങിക്കിടക്കുന്നത് റിപ്പോർട്ടർ TV പുറത്തുവിട്ടിരുന്നു. ആ വാർത്തയിൽ ഇപ്പോൾ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നു. അട്ടമലയിൽ കുടുങ്ങിയ 17 പേർ മുതിർന്നവരും 2 കുട്ടികളും അടങ്ങുന്ന സംഘത്തെ ഇപ്പോൾ താഴെ രക്ഷാസംഘം താഴെ ചൂരൽമല ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. അട്ടമലയിൽ കുടുങ്ങിക്കിടന്ന 19 പേരെയും നമ്മളിപ്പോൾ രക്ഷിച്ചെടുത്തു. ഇന്നലെ വൈകുന്നേരം നമുക്ക് വന്നൊരു കോളായിരുന്നു. ഇന്നലെ രാത്രി അവർക്ക് അവിടെ തങ്ങേണ്ടി വന്നു. ഇന്ന് പുലർച്ചയോടുകൂടി രക്ഷാദൗത്യം അവിടെ എത്തുമെന്ന് മിനിസ്റ്റർ ഉറപ്പ് നൽകി. ഇപ്പോൾ മിനിസ്റ്റർ കെ രാജനും മുഹമ്മദ് റിയാസ് അടക്കമുള്ളവരും ഈ വിവരം ധരിപ്പിച്ചു. ഇന്ന് രാവിലെ തന്നെ രക്ഷാദൗത്യം അവിടെ എത്തി. അട്ടമലയിലുള്ള 17 പേരും 19 പേരും ഇപ്പോൾ സുരക്ഷിതരാണ്. അവരെ താഴെ ചൂരൽമല ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ റിപ്പോർട്ടർ TVയിലേക്ക് വിളിച്ചു പറഞ്ഞ ഇനി ഒരേ ഒരു സ്ഥലം മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ. അത് ഏലം ബെഡ് എന്ന് പറയുന്ന ഈ മുണ്ടകൈ എന്ന് പറയുന്ന പ്രദേശത്തെ ഒരു റിസോർട്ടാണ്. അവിടെയുള്ള 11 പേരെ ഇനി താഴേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. അതിന് കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനുള്ളിൽ നമ്മൾ പ്രേക്ഷകർക്ക് നൽകാം. ഇപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും ശ്രദ്ധയുള്ളത് മുണ്ടകയിലുള്ള സുദേവൻ്റെ വീടിൻ്റെ ടെറസ് പൂർണ്ണമായും അറുത്തു മാറ്റിയതിന് ശേഷമേ ആ ഭാഗത്തേക്ക് കോൺക്രീറ്റ് പാളി എടുത്തു മാറ്റിയതിന് ശേഷമേ അതിനുള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ. അവിടെ 5 പേർ ഇപ്പോൾ കുടുങ്ങിക്കിടപ്പുണ്ട്. സുദേവനും കുടുംബവും. അവരെ നമുക്ക് പുറത്തെത്തിക്കേണ്ടതുണ്ട്. ഒപ്പം പുഞ്ചിരിമട്ടം എന്ന് പറയുന്ന ഈ ഉരുൾപൊട്ടൽ ഉണ്ടായതിൻ്റെ പ്രഭവ കേന്ദ്രത്തിൽ ഞങ്ങളുടെ പ്രതിനിധി ദീപക് മോഹനും സംഘവുമുണ്ട്. താഴെ ഈ പ്രദേശത്ത് മേപ്പാടിയിൽ ഞങ്ങളുടെ പ്രതിനിധി സ്മൃതി പരുത്തിക്കാട് എക്സിക്യൂട്ടീവ് എഡിറ്ററും മാനേജിംഗ് എഡിറ്റർ ആൻറ്റോ അഗസ്റ്റിനുമുണ്ട്. ഒപ്പം ഈ പ്രദേശത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അല്ലമീനും TV പ്രസാദും സാനിയോ മനോമിയും ഒപ്പം VS രഞ്ജിത്തും മുബഷീർ P അക്ബറും അർജുൻ കല്യാടും അർജുൻ മട്ടന്നൂരും അടക്കമുള്ള വാർത്താസംഘം പലയിടങ്ങളിൽ നിന്നായി വാർത്തകൾ നൽകുന്നു. മുബഷീറും TV പ്രസാദും ഇപ്പോൾ ഉള്ളത് മുണ്ടകയിലാണ്. അതായത് ഈ പ്രദേശങ്ങളെ ആകെ നമ്മളൊരു 10-12 സ്പോട്ടുകളായി തിരിച്ചുകൊണ്ടാണ് റിപ്പോർട്ടറിൻ്റെ വാർത്താസംഘവും തത്സമയ കാഴ്ചകൾ നൽകുന്നത്. ഇത് അട്ടമലയിൽ നിന്നുള്ള തത്സമയ കാഴ്ചകളാണ് പ്രേക്ഷകരിലേക്ക് ഇപ്പോൾ റിപ്പോർട്ടർ വാർത്താ സംഘം എത്തിക്കുന്നത്. പൂർണ്ണമായും ശവപ്പറമ്പായി കഴിഞ്ഞിരിക്കുന്ന പ്രദേശം പോലെ തന്നെയാണ് ഈ അട്ടമലയുമായിരിക്കുന്നത്. എത്ര മനുഷ്യരിവിടെ കുടുങ്ങിക്കിടപ്പുണ്ട് എന്ന് നിശ്ചയമില്ല ഇപ്പോഴും എന്നതാണ് ഏറെ വേദനാജനകമായ കാര്യം. പക്ഷേ ഇവിടെ നിന്നും നമുക്ക് 17 പേരെ രക്ഷിച്ചെടുക്കാൻ സാധിച്ചു എന്നത് ആശ്വാസകരമായ കാര്യമാണ്. അവരെ നമ്മൾ തിരികെ ചൂരൽമല ഗ്രാമത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്.